ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് വിസസ് മുഹമ്മദ് സിസി മത്സരം. 3-0 കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു കയറിയത്. ഈ ഒരു വർഷത്തെ ലാസ്റ്റ് മത്സരമായിരുന്നു, ഹോം മത്സരമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ കളിച്ചത്. ഇപ്പോൾ ഇതാ മത്സരത്തിൽ തകർപ്പ് വിജയം സ്വന്തമാക്കിയ മത്സരത്തിന് ശേഷം മഞ്ഞപ്പട ടീമിനെ അഭിനന്ദിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. ആ പോസ്റ്റിൽ പറയുന്നു, ടീമിൻ്റെ വിജയത്തിൽ സന്തോഷമുണ്ട് എന്നാണ് മഞ്ഞപ്പട പറയുന്നത്. പിന്നീട് അവർ പറയുന്നു, ടീമിൻ്റെ ഈ വിജയത്തിൽ സന്തോഷമുണ്ട്, ടീം ഇനിയും സ്ട്രോങ് ആവേണ്ടതുണ്ട്. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ക്ലബ്ബ് സ്ട്രോങ് ആയ പ്ലേയേഴ്സിനെ കൊണ്ടുവരാനായി ശ്രമിക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇനിയും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ടീമിനെ സ്ട്രോങ് ആക്കേണ്ടതുണ്ട്. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ സ്ട്രോങ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവരാനായി മാനേജ്മെന്റ് ശ്രമിക്കണം. പിന്നീട് നമുക്ക് ഇന്നലത്തെ വിജയത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സിലെ താൽക്കാലിക പരിശീലകനായ TG പുരുഷോത്തമൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. TG പുരുഷോത്തമൻ പറയുന്നു, ഇതൊരു ടീം വർക്കിൻ്റെ വിജയമാണ്, ഈ ഒരു വിജയം ടീം വർക്കിൻ്റെ വിജയമാണ് എന്നാണ് TG പുരുഷോത്തമൻ കുറിച്ച് പറയുന്നത്. ഇത് ഞങ്ങളുടെ പ്ലേയേഴ്സ് എല്ലാവരും 100% ഇട്ടുകൊണ്ട് കളിച്ചിട്ടുള്ള മത്സരമായിരുന്നു. ആ ഒരു മത്സരത്തിൽ ഞങ്ങൾ എല്ലാവരെയും അഭിനന്ദിക്കുന്നു, എല്ലാവരും അവരുടെ ഡ്യൂട്ടികൾ കറക്റ്റായി ചെയ്തു എന്നാണ് TG പുരുഷോത്തമൻ കുറിച്ച് പറയുന്നത്. ഈ ഒരു വിജയം ഞങ്ങൾക്ക് വലിയ കോൺഫിഡൻസ് ആണ് നൽകുന്നത്. അടുത്ത മത്സരത്തിലേക്കാണ് ഇനിയുള്ള കോൺസെൻട്രേഷൻ എന്നാണ് TG പുരുഷോത്തമൻ കുറിച്ച് പറയുന്നത്. ഈ ഒരു വിജയം ഞങ്ങളുടെ ടീമിൽ വളരെയധികം കോൺഫിഡൻസ് നൽകിയിട്ടുള്ള ഈ ഒരു വിജയം. ഇനി ഞങ്ങളുടെ ഫോക്കസ് അടുത്ത മത്സരം വിജയിച്ചു കയറുവാനാണ്. ഓരോ പ്ലേയേഴ്സും ഞങ്ങൾക്ക് വേണ്ടി 100% ഇട്ട് കളിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് വിജയിച്ചു കയറിയത്. ഈ ഒരു വിജയത്തിൻ്റെ മന്ത്രം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ ഒരു വിജയത്തിൻ്റെ മന്ത്രം സിമ്പിളാണ് എന്നാണ് കോച്ച് പറയുന്നത്. സിമ്പിളായ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തത് ഫോക്കസ് 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 എന്നാണ് വിശ്രമം കോച്ച് പറയുന്നത്. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ കളി വിജയിച്ച് കയറുവാനായി ശ്രമിച്ചത്. സിമ്പിളി മിസ്റ്റേക്കുകൾ പോലും ഒഴിവാക്കിക്കൊണ്ട് കളിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ കളിച്ചത്. അതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു വിജയം ഉണ്ടാക്കി എടുത്തത് എന്നാണ് പറയുന്നത്. അത്രയും നല്ലൊരു വിജയമാണ് ഇന്നലെ അവസാന ഈ വർഷത്തെ ഹോം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു കയറിയത്. 3-0 മുഹമ്മദ് സിസിക്കെതിരെ വിജയിച്ചു കയറിയത്. ഇപ്പോൾ ഇതാ നോഹ സദോയ് മത്സരത്തിന് ശേഷം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. നോഹ സദോയ് പറഞ്ഞിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിലെ മറ്റൊരു തൽക്കാലിക പരിശീലകനായ തോമസ് ഷോർട്സിനെ കുറിച്ചാണ്. തോമസ് ഷോർട്സ് ഇതിൻ്റെ മുമ്പ് ഞങ്ങളുടെ ടീമിൻ്റെ പ്ലേയേഴ്സിനെ പരിചയമില്ലാത്ത ഒരാളാണ്. പക്ഷേ ഞങ്ങളുടെ ടീമിൽ കഴിഞ്ഞ ഒരാഴ്ചയായി നടത്തിയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് അമേസിങ് ആണെന്നാണ് സദായി പറയുന്നത്. ഞങ്ങളുടെ ടീമിലെ മൊത്തം ടീമിനെ കോൺഫിഡൻസ് ആക്കി എടുക്കാൻ തോമസ് ഷോർട്സിന് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് സദായി പറയുന്നത്. ഏതായാലും വരും മത്സരങ്ങളിലും വിജയം ഇതേപോലെ തുടരാൻ സാധിക്കുമെന്ന് TG പുരുഷോത്തമൻ കോച്ച് പ്രതീക്ഷ പ്രകടിപ്പിച്ചു.